ഹായ് ഫ്രണ്ട്സ്, ഇതാണ്ടങ്ങനെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന ടിപ്സ് കൂടിയുമായിട്ടാണ്. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിക്കാൻ പോകാനും കുറച്ച് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ വീട്ടിലുണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അഥവാ വീട്ടിലില്ലെങ്കിൽ വിസ്കിൽ നല്ലോണം ഇളക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. പിന്നെ നേരെ വീഡിയോ എടുക്കാം. അതിനു മുമ്പ് ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇതിൽ 2 മുട്ടൻ്റെ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് നാരങ്ങ നീര് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ പൊടിക്കാത്ത പഞ്ചസാര 5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര ആണ് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി അലിയാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. അത് പെട്ടെന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യണം. വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാൻ ബീറ്റർ ഉണ്ടവർ ബീറ്റർ വെച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്താൽ മതി. ഏകദേശം വരെ 5 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതിയാവും. പക്ഷേ വിസ്ക് വെച്ചിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വരെ വിസ്ക് വെച്ച് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കേണ്ടി വരും. ഫ്രണ്ട്സ്, ഇത് പതഞ്ഞ് വരുമ്പോഴേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രണ്ട്സ്, ഇതാ നല്ല വിപ്പിംഗ് ക്രീമിന് അതേപോലെ തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലത് അതേ കട്ടിയിലും പോലും നമുക്കായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ കടയിലൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ കിട്ടില്ല. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വിപ്പിംഗ് ക്രീം എല്ലാ പേരിലും കിട്ടിക്കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടിപ്സ് കാണിച്ചത്. നമുക്ക് വീട്ടിൽ തന്നെ മുട്ടയും പിന്നെ ചെറുപ്പുളിയും പിന്നെ പഞ്ചസാര ഉണ്ടായാൽ മതി. നമുക്ക് ഈസിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കുറച്ച് കുറഞ്ഞു പോയെന്ന ഡൗട്ടുണ്ട്. പിന്നെ ചെറുപ്പുളി എടുക്കുന്ന സമയത്ത് ചെറുപ്പുളി എടുക്കണ്ട. അതിൻ്റെ പകരം വിനാഗിരി എടുത്താലും ഇത്തിരി നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആ ചെറുപ്പുളിൻ്റെ മണമൊക്കെ ഉണ്ടാവില്ല. എൻ്റെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല മഴയുണ്ട്, നല്ല നിൽക്കാത്ത മഴയാണ് കേരളം മൊത്തം. കേരളത്തിൽ ചിലയിടത്തെല്ലാം വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ട്. പ്രയാസത്തിലുണ്ട് കുറേ ആൾ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു പ്ലെയിൻ അപകടം നടന്നു. വളരെ ദുഃഖമുള്ള സമയമാണിപ്പോൾ. പിന്നെ ഈ കോവിഡും അതുപോലെ എല്ലാവരും ദുആ ചെയ്യാം, പിന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.